അങ്കിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇവിടെ നമ്മുടെ ടോപ്പ് സിംഗറിൽ വന്നിട്ടേ കൊറേ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കും, ഒത്തിരി മിണ്ടും, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ട്രാവൽ ചെയ്ത് പോയില്ലേ, അപ്പൊ മനസ്സിൽ എന്താണ്? ഉറങ്ങണമെന്ന്. അതാണോ? ശരിക്കും അങ്ങനെയാണോ? അതെയോ ഭയങ്കര പാട്ട് കേട്ട് കഴിഞ്ഞ ഒരു ആഫ്റ്റർ എഫക്ട് ഞാൻ ചോദിക്കുന്നത്? അല്ല, ആ സമയത്ത് നമുക്ക് ഒന്ന് പോയിട്ട് റിലാക്സ് ചെയ്യണം. കണ്ടോ, ഉറങ്ങണം. അതാണ് ഞാൻ പറഞ്ഞത് തന്നെയാ. അല്ലല്ല, രാവിലെ റിവൈൻഡ് ചെയ്യും. അല്ല, ഉണ്ണി സാറ് ഡീസന്റ് ആയി പറഞ്ഞേ ഉള്ളൂ. ഞാൻ ശരിക്കും സത്യം പറയണം. രാവിലെ മുതൽ രാത്രി വരെ ഷൂട്ടിലിരിക്കുന്ന സമയത്ത് വി നാച്ചുറലി ഗെറ്റ് ടയർഡ്. ഈ ലൈറ്റ്സ് ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുന്ന സമയത്ത്. അപ്പൊ രാത്രി സമയം you have to relax. അല്ല, പിറ്റേ ദിവസം രാവിലെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാറില്ല. പിറ്റേ ദിവസം രാവിലെ നമുക്ക് വളരെ ഫ്രഷ് ആയിരിക്കും. ആര് ചേച്ചിക്കും സെയിം അവസ്ഥ? ഞാൻ വെളുപ്പകാലത്ത് പിള്ളേരൊക്കെ സ്വപ്നം കാണാറുണ്ട് ഇതേ പാട്ട് പാടുന്നത്. റിപ്പീറ്റ്. അതൊക്കെയല്ലേ സ്വപ്നത്തിന്. MJ അങ്കിളിനോ? അല്ല, കഴിഞ്ഞ ദിവസം പൂജപ്പുരയില് അവിടെ ഒരു അന്നദാനം നടക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ഞാൻ അവിടെ ചെന്നിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ ചെങ്ങളൂർ ശിവക്ഷേത്രത്തിൽ, അപ്പോൾ അവിടെ കൈലാസ് ഹാളിൽ നടക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാള് കുറച്ച് വയസ്സായ ഒരാളാണ്, പൂജപ്പുരക്കാരനാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കാണാനില്ലല്ലോ ഇപ്പം. അപ്പം ഞാനിപ്പോൾ പൂജപ്പുരയല്ല താമസിക്കണേ, ഞാൻ വഴുതക്കാടാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ വഴുതക്കാടാണ് താമസിക്കുന്നത്. അതല്ല ചോദിക്കുന്നത്, ആ കുട്ടികളുടെ അടുത്ത് കാണാത്തത്. ഞാൻ പറഞ്ഞു, ഞാൻ ഇല്ലായിരുന്നു, 2 ആഴ്ച ഇല്ലായിരുന്നു, ഇനി വരും എന്ന് പറഞ്ഞു. ശരി 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 എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് കാണുകയും അത്രത്തോളം ഒരു കുടുംബം പോലെ കാണുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ പാട്ടുകൾ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായെന്ന് പറഞ്ഞാൽ ഫിസിക്കലി ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരുപാട് സമയങ്ങളിലൂടെയാണ് നമ്മൾ ഷൂട്ട് നടത്തിയിട്ടുള്ളത്. പക്ഷേ ആ സമയങ്ങളിലൊക്കെ എൻ്റെ പെയിൻ, ചില സമയത്ത് ഭയങ്കര ടെറിബിൾ പെയിൻ വന്ന സമയത്ത് പോലും എനിക്ക് ഹീൽ ചെയ്തത് ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാട്ടാണ്. അത്രയും നേരം ഞാൻ മറന്നു പോവാണ്. പിന്നെ രാത്രി ഹോട്ടലിൽ പോയിട്ട് എൻ്റെ അമ്മയെ എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം വരാനായിട്ട് ഭയങ്കര എനർജിയാണ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാണണം, അവരുടെ പാട്ട് കേൾക്കണം, അവർക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കണം. അതാണ് പാട്ടിൻ്റെ പറവകളായിട്ട് പാറി നടക്കാനായിട്ട് അവരെ ആ കെൽപ്പുണ്ടാക്കണം. അതിനുവേണ്ടി നമ്മുടെ ശ്രമം വേണം. ആ ശ്രമമാണ്. പിന്നെ മീനൂട്ട ചില പെർഫോമൻസസ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. അത് ഈ സീസൺ ആയാലും മുന്നത്തെ സീസൺ ആയാലും ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആ കുട്ടികളെ ഓർമ്മിക്കും. ഇങ്ങനെ ഇവർക്കിത് പാടാൻ പറ്റുന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. ഭയങ്കര ലെസൺസ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാറുണ്ട്. അതെ, ഡെഫിനറ്റ്ലി. എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത്, അതിപ്പോ ഉണ്ണിച്ചേട്ടനാണെങ്കിലും ആര്യാണെങ്കിലും ഞാനാണെങ്കിലും മധു ആണെങ്കിലും അല്ലെങ്കിൽ മീനുട്ടിയാണെങ്കിൽ നമ്മളെല്ലാം ഒന്നായിട്ട് നമ്മൾ ഒന്നിച്ചുകൂടി ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്ന അതിൻ്റെ ഒരു ബ്യൂട്ടി ഭയങ്കരമാണ്. ടോപ്പ് ബാൻഡ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെപ്പറ്റി തന്നെ നമ്മൾ വലുതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ഇവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അത് വളരെ സന്തോഷമുള്ള കാര്യം. അതെ, അപ്പൊ അങ്ങനെ ഒരു മാജിക് ആണ് നമ്മൾ ഇനിയും കേൾക്കാൻ പോകുന്നത്. സൂപ്പർ സോങ്ങുമായിട്ട് ദുർഗ കുട്ടി എത്താണ്. ലെറ്റ്സ് വെൽക്കം ദുർഗ ഓൺ സ്റ്റേജ്. ഹലോ, നല്ല രസമുണ്ട് കേട്ടോ. ഇതാണോ ഫേവറേറ്റ് ഡ്രസ്? ഞാൻ കൂടുതലും പട്ടുപാവാടയും ബ്ലൗസും ഇടാറ്. ഞാൻ പണ്ട് എപ്പോഴും അങ്ങനെയായിരുന്നു. നന്നായിട്ടുണ്ടേ. ഇത് കളർ ഏതാണ്? മസ്റ്റർഡ് യെല്ലോ. മഞ്ഞ. മസ്റ്റർഡ് യെല്ലോ. ഇതല്ലേ മാമ്പഴ മഞ്ഞാന്ന് ഞങ്ങളുടെ ഇങ്ങനെ കുറെ കളർ ഉണ്ട്. നായ് ചോപ്പ്, പൂച്ച മഞ്ഞ, കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടില്ല. മാമ്പഴ മഞ്ഞ അങ്ങനെ കേട്ടിട്ടില്ല. അത് പറയാൻ നല്ല രസമായതുകൊണ്ട് ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട്. മക്കളെ, എന്തോ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം എന്താന്ന് വെച്ചാ ഇപ്പൊ എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും എന്റെ പാട്ട് ഇഷ്ടമാണല്ലോ. നേരത്തെ ഇഷ്ടമല്ലായിരുന്നോ? ഇപ്പൊ കൂടുതൽ ഇപ്പൊ കുറച്ചുകൂടെ ഇഷ്ടം കൂടുതൽ എന്റെ വീട്ടിൽ ഒരാൾക്കുണ്ട്. അതാണ് എന്റെ മറ്റേ അമ്മൂമ്മ. എന്റെ വലിയ അമ്മൂമ്മ. മറ്റേ അമ്മൂമ്മ. അച്ഛനാ പേരിട്ടത്. മറ്റേ അമ്മൂമ്മന്നോ? അതെന്താ അങ്ങനെ? അപ്പൊ എത്ര അമ്മൂമ്മമാരുണ്ട്? 3. ഒന്ന് അമ്മയുടെ അമ്മ, ഒന്ന് അച്ഛന്റെ അമ്മ. പിന്നെ ഒരമ്മൂമ്മയുടെ പേരെങ്ങനെയാ? ഒരമ്മൂമ്മയുടെ പേര് ഉഷയമ്മൂമ്മ. അത് അച്ഛമ്മയോ? അച്ഛന്റെ അമ്മ. ഒരമ്മൂമ്മയുടെ പേര് ഗംഗയമ്മൂമ്മ. അത് അമ്മയുടെ അമ്മ. പിന്നെ ഒരമ്മൂമ്മയുടെ യഥാർത്ഥ പേര് ഭാർഗവി അമ്മ. അപ്പൊ മറ്റേ അമ്മൂമ്മയുടെ പ്രത്യേകത എന്താണ്? മറ്റേ അമ്മൂമ്മയോട് നമ്മൾ എന്തോ ചോദിച്ചാലും അതിന്റെ എല്ലാ ആൻസർ പറയും. എന്റെ പാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മറ്റേ അമ്മൂമ്മയ്ക്ക്. അവിടെ മറ്റേ വന്നതുകൂടി തന്നെ ഞാൻ മറ്റേ അമ്മൂമ്മ ഇപ്പം മറ്റേ അമ്മൂമ്മ എന്നാ വിളിക്കുന്നത്. നമുക്ക് മറ്റേ അമ്മൂമ്മയുടെ ഒരു വീഡിയോ ഉണ്ടല്ലോ. ഓക്കെ. വീഡിയോ ഉണ്ടോ?
ശ്രദ്ധിച്ചിരുന്ന കാണുന്നില്ലേ? ആഹാ, അയ്യോ, കൊച്ചുമകളുടെ വീഡിയോ കാണുന്ന മെറ്റ അമ്മൂമ്മ. മറ്റേ അമ്മൂമ്മ. ഇപ്പൊ ഞാൻ മറ്റേ അമ്മൂമ്മ വിളിക്കുന്നത്. അപ്പൊ എന്ത് ചോദിച്ചാലും മറുപടി കിട്ടും. ഇപ്പൊ മറ്റോട് നമ്മൾ എന്തോ ചോദിച്ചാലും മറ്റേ നമുക്ക് അതിന്റെ എല്ലാത്തിനും ആൻസർ തരും. അതേപോലെ തന്നെയാണ് മറ്റേ അമ്മൂമ്മ. മറ്റേ അമ്മയോട് നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അതിന്റെ എല്ലാം ഉത്തരം മറ്റേ അമ്മ ഫുൾ ഡീറ്റെയിൽസ്. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. സംഭവം ട്വിസ്റ്റ് ഉണ്ടോ ഇനിയും? അതെന്തുവാന്ന് വെച്ചാ നമ്മള് മറ്റേ അമ്മമ്മയോട് മറ്റേ പറ്റി ചോദിച്ചാ മറ്റേ അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല. ഓ, അതെന്താ ഒരു ടങ് ട്വിസ്റ്റർ. മറ്റേ അമ്മയോട് മെറ്റെ പറ്റി ചോദിച്ചാൽ മറ്റേ അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞൂടാ. മെറ്റയോട് മറ്റേ അമ്മൂമ്മയെ പറ്റി ചോദിച്ചാൽ മെറ്റയ്ക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അതറിയത്തില്ല. ചോദിച്ചു നോക്കാം. മെറ്റയ്ക്ക് പറയാൻ ചാൻസ് ഇല്ല. മതി, ഇനി നമുക്ക് മറ്റേ പാട്ട് പാടാം. പറയൂ, ഏത് പാട്ടാ പാടേ? ഞാൻ ചെല്ലച്ചെറു വീട് തരാം. ഡീറ്റെയിൽസ്. മ്യൂസിക് MK അർജുനൻ സാറ്, ലിറിക്സ് ടിബു ചക്രവർത്തി സാർ, ഇയർ 1986, ഫിലിം ന്യായവിധി, പാടിയത് ചിത്രമ്മ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉഷാറുണ്ടാവും. അത് തലയിൽ വെച്ചാൽ മതി. ഓക്കെ ബേബി? ഓക്കെ. അപ്പൊ മാർക്ക് അറിയാം നമുക്ക്. ദുർഗക്കുട്ടി എന്തോ ഭയങ്കര മാർക്സാ പറയട്ടെ. 98.5 out of 100. താങ്ക് യു സാർ. ദുർഗക്കുട്ടി ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. തൊണ്ടയുടെ പ്രശ്നമൊക്കെ വേഗം മാറട്ടെ കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ വേറെ സ്പെഷ്യൽ ആയിട്ട്? വേറെ സ്പെഷ്യലായിട്ട് ഇന്ന് എന്റെ പാട്ട് കേൾക്കാന് അപ്പൂപ്പനും ഒക്കെ വന്നിട്ടുണ്ട്. ആണോ? എന്നിട്ടാണോ പറയാൻ മറന്നുപോയത്? ആരൊക്കെയാ വന്നിരിക്കുന്നത്? അത് അപ്പൂപ്പൻ, ഇത് അപ്പൂപ്പൻ. അത് അപ്പൂപ്പനൊന്ന് കൈപോക്കിക്ക. അതല്ലേ അപ്പൂപ്പൻ? ആ ഓക്കെ. അപ്പറുള്ളത് ഇത് ഉണ്ണിമാമൻ, ഉണ്ണിമാമൻ. ആ ഇത് മനുമാമൻ. മനുമാമൻ. ഓക്കെ. ഇഷ്ടപ്പെട്ടോ പാട്ട്? ഹാപ്പി അല്ലേ 3 പേരും? ഓക്കെ. ഓ ശരി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ബൈ. ഓക്കെ ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചെല്ലച്ചെറുവീ